എല്ലാവർക്കും നമസ്കാരം. MS വ്ളോഗേഴ്സ് വയനാട് അതിൻ്റെ വിജ്ഞാനപ്രദമായ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. വളരെ വ്യത്യസ്തമായ ഒരു വിഷയം തന്നെയാണ് നമ്മൾ ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവും, ഗ്ലോറി ലില്ലി അല്ലെങ്കിൽ ഗ്ലോറിയോസ സൂപ്പർബ ഇങ്ങനെ ഒരു ചെടിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇത് നമ്മുടെ നാട്ടിലൊക്കെ ധാരാളമായിട്ടുള്ളൊരു ചെടി തന്നെയാണ്. അതിൻ്റെ ഗ്ലോറി ലില്ലി എന്ന് പറയുന്നത് പാശ്ചാത്യ അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ പറയുന്ന കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് കൂടി ആളുകൾ പറയുന്ന ഒരു പേരാണ് അതിൻ്റെ. ഗ്ലോറിയോസ സൂപ്പർബ എന്ന് പറയുന്നത് അതിൻ്റെ ശാസ്ത്രീയ നാമമാണ്. ഓക്കെ, മലയാളത്തിൽ അതിന് കീത്തോന്നി എന്ന് പറയും, അല്ലെങ്കിൽ മേന്തോന്നി എന്ന് പറയും. പിന്നെ അതല്ലെങ്കിൽ മറ്റൊരു പേരുടെ ഉണ്ട്, അതിന് പറയൻ ചെടി എന്ന്. ഈ ചെടി പണ്ട് കാലത്ത് നമ്മുടെയൊക്കെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നത്. അപ്പം അന്നത്തെ കാലത്ത് എനിക്കൊക്കെ ഓർമ്മയുണ്ട്, എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ പിതാക്കന്മാരൊക്കെ പറയും, അതിൻ്റെ അടുത്തേക്ക് പോകണ്ട, അതിൻ്റെ മറ്റേ പാല് കണ്ണിലായാൽ കണ്ണ് പൊട്ടും, കാഴ്ച പോവും, അല്ലെങ്കിൽ പൊള്ളും എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ എന്തൊക്കെയാലും ചെറുപ്പത്തോടെ ഒരു ഭീകരമായ ഒരു അവസ്ഥയിൽ നിന്നൊരു ചെടികളാണ്. ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ ഈ ചെടി കാണുമ്പോൾ എങ്ങനെയെങ്കിലും അത് ഏതെങ്കിലും രീതിയിൽ പറിച്ച് കളഞ്ഞ് നശിപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചിരുന്നു. കാരണം ഇത് ചെറുത്താൻ ചെടി എന്നൊക്കെ അന്നത്തെ കാലത്ത് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഓക്കെ, ആ ചെടീനെ പറയുന്ന പല പേരുകളാണ് ഒന്ന് കേട്ടോ. ഇതിലിപ്പോൾ നമുക്കറിയാം, ഈ ചെടിയിൽ മഞ്ഞ നിറത്തിൽ വിരിയുന്ന പൂക്കൾ ക്രമേണ കടും ചുവപ്പോ ഓറഞ്ച് നിറമോ ഒക്കെ ആകുന്നുണ്ട്. ഈ മേന്തോന്നി എന്ന് പറയുന്ന ഈ ചെടി ശരിക്കും ഇതിൻ്റെ ഇത് ഒരുപാട് വാണിജ്യ സാധ്യതകളുള്ളൊരു ചെടിയാട്ടോ. അപ്പോൾ പുതിയൊരു കൃഷി നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ, പുതിയ അറിവുകൾ നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ ബെല്ലൈക്കൻ ഞെക്കണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് പറയണം. നിങ്ങളുടെ സജീവമായ പിന്തുണ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള കുറേയേറെ അറിവുകൾ നിങ്ങളിലേക്ക് പകർന്നു തരാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കും. തീർച്ചയായിട്ടും ഞങ്ങളോട് സഹകരിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് വളരെയേറെ വാണിജ്യ സാധ്യതയുള്ളൊരു ചെടി തന്നെയാണ്. നമ്മുടെ തമിഴ്നാട്ടിൽ പലയിടങ്ങളിലും ഇവ കൃഷി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇതിൻ്റെ നടീൽ വസ്തു എന്ന് പറയുന്നത് ഇതിൻ്റെ കിഴങ്ങ് തന്നെയാണ്. നമ്മുടെയൊക്കെ നാട്ടിൽ പറമ്പുകളിലും കാടുകളിലും ഈ ചെടി ഇങ്ങനെ വല്ലാണ്ട് പടർന്ന് കയറി കിടക്കുന്ന കാണാറുണ്ട്. അപ്പോൾ പിന്നെ ആളുകൾ അതിനത്രയൊരു ഭയത്തോടൊന്നും ഇടപെടാറില്ല. നമ്മളൊക്കെ എൻ്റെ പറമ്പിലൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഇന്നലെ എൻ്റെ പറമ്പിൽ പോകുമ്പോൾ പറമ്പിൽ കൂടെ കിടക്കുന്ന ഞാൻ കണ്ടിരുന്നു ഈ ചെടി. ഓക്കെ, അപ്പം ഇതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് മാത്യുവിന്, ഞങ്ങൾ ഈ ചാനൽ ചെയ്യുന്ന ഒരാളായ മാത്യുവിന് ഇതിൻ്റെ ഒരു വലിയൊരു കൂട്ടം കിട്ടി. അതിൻ്റെ വീഡിയോ എടുത്തു, ഫോട്ടോസൊക്കെ എടുത്ത് അതിനെക്കുറിച്ച് നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അതുപ്രകാരമാണ് ഈ വിഷയങ്ങൾ ഈ ഒരു ചെടിയെക്കുറിച്ച് ഞങ്ങൾ നിങ്ങളോട് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതിൻ്റെ കിഴങ്ങിൽ നമുക്കറിയാം, ഇതിൻ്റെ കിഴങ്ങാണ് ഇതിൻ്റെ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ കിഴങ്ങിൽ ധാരാളം പോഷകാംശങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതിൽ കോൾച്ചിസിൻ, അതുപോലെ ഗ്ലോറിയോസിൻ, ഈ പേര് നമുക്ക് പഠിക്കണേ വലിയ പണിയാണ്. കോൾച്ചിസിൻ ഗ്ലോറിയോസിൻ എന്നിവ ഇതിൽ അടങ്ങിയിരിക്കുന്ന രാസഘടകങ്ങൾ ആകുന്നതെന്നാണ് പറയുന്നത്. ശാസ്ത്രീയമായിട്ട് പറയുമ്പോഴുള്ള കാര്യങ്ങളാണ് കേട്ടോ. പക്ഷേ നമ്മുടെ സാമൂഹികമായിട്ട് പറയുമ്പോൾ ഈ ചെടി ഒരു വിഷച്ചെടിയായിട്ടാണ് നമ്മൾ അറിയപ്പെടുന്നത്. ഇത് പണ്ടുള്ള ആളുകൾ ആത്മഹത്യ ചെയ്യാനൊക്കെ ഈ ചെടി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഇതിൻ്റെ കിഴങ്ങ് കഴിച്ച് മരിച്ചവരുണ്ടെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഇതൊക്കെ പറയപ്പെടുന്ന കാര്യങ്ങളായിട്ട് എനിക്ക് നേരിട്ട് അറിയത്തില്ല. പക്ഷേ ഇങ്ങനെ എന്തൊക്കെയാലും ഇതിന് ഒരു വിഷാംശമുണ്ട് എന്നാണ് പറഞ്ഞത്. ഒരിക്കൽ മനോരമ പത്രത്തിൽ ഇതിനെക്കുറിച്ച് ലേഖനമൊക്കെ വന്നിരുന്നു. ഏതായാലും ഇത് ഏതൊരു വിഷത്തിനും വിഷാംശമുള്ള ചെടികൾക്കും മറ്റ് ഔഷധ മൂല്യങ്ങളും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെയുള്ള രാസഘടകങ്ങളാണ് അടങ്ങിയിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ. സാധാരണ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് നമുക്ക് ഇതിൻ്റെ കിഴങ്ങ് നടുന്നൊരു സമയം എന്ന് പറയുന്നത്. മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ. ഓക്കെ, അപ്പോൾ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ കിഴങ്ങ് നട്ട് കഴിഞ്ഞാൽ തന്നെ ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിലാണ് ഇതിൻ്റെ പൂക്കൾ വിരിയുക. ജൂലൈ തൊട്ട് സെപ്റ്റംബർ മാസം വരെയാണ് ഇതിൻ്റെ പൂക്കൾ വിരിയുന്നത്. ഡിസംബർ അവസാനത്തോടെയാണ് ഈ ചെടി വിളവെടുക്കുന്നത്. ഡിസംബർ മാസം അവസാനത്തോടെ. ഓക്കെ, ഒരിക്കൽ കൃഷി ചെയ്താൽ 5 വർഷം വരെ ഇതിൽ നിന്ന് വിളവെടുക്കാൻ കഴിയുമെന്നാണ് പറയുന്നത് കേട്ടോ. ഞാൻ ഏതായാലും കൃഷി ചെയ്തിട്ടില്ല, ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചിട്ട് അത് വെച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ,
ഇതിൻ്റെ കിഴങ്ങിന് ആഗോള വിപണിയിൽ നല്ല ഡിമാൻഡ് ഉണ്ടെന്നാണ് പൊതുവിൽ പറയപ്പെടുന്നത്, ഇതിൽ നിന്ന് കിട്ടുന്ന കിഴങ്ങിന്. ഓക്കെ, ഇതിൽ ഇതിൻ്റെ കിഴങ്ങ് ഉണക്കി പൊടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പിന്നെ ആ വിത്ത് ഉണക്കി പൊടിച്ചത് പല ഔഷധങ്ങൾക്കും ചേരുകയാണെന്നാണ് പറയപ്പെടുന്നത്. ഇതിൻ്റെ വിത്തിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡിൻ്റെ അംശം ഇതിൻ്റെ വിത്തിൽ അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആ ആൽക്കലോയിഡ് പിന്നെ ക്യാൻസർ രോഗത്തിന്, ഔഷധ നിർമ്മാണത്തിന് ഉപയോഗപ്രദമാണ് എന്ന് ഉപയോഗിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇല പിഴിഞ്ഞിട്ട് അതിൻ്റെ നീര് നെറ്റിയിൽ ഇങ്ങനെ തേച്ച് കൊടുത്താൽ തലവേദനയ്ക്ക് ശമനം ലഭിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. ഇതിനെക്കുറിച്ചുള്ള പഠനത്തിൽ പറയുന്ന കാര്യങ്ങളാണ്. സാധാരണ ഇത് കൃഷി ചെയ്യുന്നതിന് വേണ്ടി പറയുന്നത് പിന്നെ മണൽ കലർന്ന പശ്ചിമരാശി മണ്ണ് ആണ് നല്ലതെന്നാണ് പറയുന്നതിന്. അതാണ് ഇവയുടെ കൃഷിക്ക് ഏറ്റവും ഉത്തമമായിട്ട് പറയുന്നത്. അത് നമ്മൾ ഈ ഇഞ്ചിക്കൊക്കെ താവരണ എടുക്കൂലേ, അതുപോലെ താവരണ എടുത്ത് അല്ലെങ്കിൽ കണ്ടം കോരി വാരം കോരി എന്നൊക്കെ പറയുന്നത് പിന്നെ എടുത്താണ് ഇതിൻ്റെ കിഴങ്ങ് നടുന്നത്. അപ്പോൾ പിന്നെ ഈ ചെടികൾ തമ്മിൽ പിന്നെ മീറ്ററുകളുടെ അകലം വേണമെന്നൊക്കെ ഇവർ പറയുന്നുണ്ട് കേട്ടോ നടുമ്പോൾ. അപ്പോൾ അതിൽ പിന്നെ ഇതിൻ്റെ വളർച്ചയ്ക്ക് പിന്നെ ഇത് പിന്നെ ഒരു വള്ളിച്ചെടി ആയതുകൊണ്ട് ഇവയ്ക്ക് പന്തലിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ താങ്ങാൽ കൊടുക്കണമെന്നും ഇവർ പറയുന്നുണ്ട്, ഇതിൻ്റെ പഠനത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കായ നമുക്ക് പിന്നെ വിത്തായിട്ട് നമുക്ക് എടുക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഇതിലൊരു കായ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് പിന്നെ ഇതാണ് പറയുന്നത്, വളർച്ചയ്ക്ക് അനുസരിച്ച് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പന്തലിട്ട് കൊടുക്കണം ഇതിൻ്റെ ചെടികൾക്ക്. ഓക്കെ, അപ്പോൾ ഒരു ചെടിയിൽ ഏകദേശം 100 പൂക്കൾ വരെ നല്ല വളമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമ്മൾ പരിഹരിച്ചാൽ 100 പൂക്കൾ വരെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. മനസ്സിലായോ? പിന്നെ അത് അത്രയും പൂക്കൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ആ ഉണ്ടാകുന്ന പൂക്കൾ കഴിഞ്ഞിട്ട് അത് കായ്ച്ചു കഴിയുമ്പോൾ, അത് കായ ഉണ്ടായി കഴിയുമ്പോൾ പിന്നെ അത് പച്ച നിറത്തിൽ നിന്ന് കടും പച്ച നിറമാവും. ഒരു സാധാരണ ഒരു ചെടി കായ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു പച്ച കളറല്ലേ ഉണ്ടാവുള്ളൂ. ഇത് കടും പച്ച കളറിലേക്കാകുമ്പോൾ അവയുടെ ഭാരം കുറയും എന്നാണ് പറയുന്നത് കായ്കളുടെ. ആ സമയമാകുമ്പം നമുക്ക് വിളവെടുക്കാൻ കഴിയുമെന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയമായ പഠനങ്ങളിൽ പറയുന്നത്. ഓക്കെ, ഇത് പറിച്ച ശേഷം കായ വെയിലത്തിട്ട് ഉണക്കാൻ പാടില്ല. 10 ദിവസം തണലത്തിട്ട് ഉണക്കിയ ശേഷമാണ് വിത്തുകൾ വേർപ്പെടുത്താവുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു നടീൽ വസ്തു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കിഴങ്ങാണ്. അപ്പോൾ നമ്മളിത് പറിച്ച് കഴിഞ്ഞാൽ വീണ്ടും 5 വർഷം വരെ ആ കിഴങ്ങിൽ നിന്ന് നമുക്ക് വിളവെടുക്കാൻ സാധിക്കുമെന്നാണ്. 5 വർഷം വരെ വീണ്ടും ചെടി ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇതിൻ്റെ കിഴങ്ങിനെ കുറിച്ചാണ് പറയുന്നത്, വിഷാംശമുണ്ട് എന്ന് പറയുന്നത്. അതിൻ്റെ കിഴങ്ങ് കഴിച്ചാൽ ആളുകൾ മരിച്ചു പോകും എന്നൊക്കെ പറയുന്നുണ്ട്. പണ്ടുള്ള ആളുകൾ ആത്മഹത്യ ചെയ്യാൻ ഇതിൻ്റെ കിഴങ്ങാണ് ഉപയോഗിക്കുന്നത്, കിഴങ്ങ് ഉപയോഗിച്ചിട്ടുണ്ടെന്നൊക്കെ ഞാൻ ഇന്ന് പിന്നെ ഇവിടുത്തെ പഴമക്കാരോട് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു. ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മളിങ്ങനെ ക്ലാസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അറിവുകൾ നിങ്ങളിലേക്ക് പകർന്നു തരുന്നത് ഒരുപാട് പേരോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി തന്നെയാണ് നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെയുള്ള പിന്നെ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ പഴമക്കാരോട് പറഞ്ഞപ്പോൾ ഇതിൻ്റെ കായ ആകൃതിയിലാണ് ഉണ്ടാകുക എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ഇംഗ്ലീഷ് അക്ഷരം എല്ലില്ലേ, ആ ആകൃതിയിലാണ് ഇതിൻ്റെ കിഴങ്ങുണ്ടാകുക എന്നാണ് പറയുന്നത്. ആ കിഴങ്ങ് പിന്നെ വിഷാംശമുണ്ടെന്ന് പറയുന്നു. ആ കിഴങ്ങ് തിന്നു കഴിഞ്ഞാൽ മനുഷ്യൻ മരിക്കുമെന്നാണ് പറയുന്നത്. പണ്ടത്തെ കാലത്ത് ആത്മഹത്യ ചെയ്യാനൊക്കെ ആ കിഴങ്ങ് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. പഴമക്കാർ പറഞ്ഞതാണ്. നമ്മുടെ പ്രായമുള്ള പഴയ അപ്പൂമാരൊക്കെ ഞാൻ അന്വേഷിച്ചപ്പം അവരോടൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞതാണ്. ഇപ്പോൾ നമ്മൾ പല പച്ചമരുന്നുകളെക്കുറിച്ചും അല്ലെങ്കിൽ കൃഷികളെക്കുറിച്ചൊക്കെ നമ്മൾ പറയുന്നത് ഇങ്ങനെയുള്ള ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് കേട്ടോ. അല്ലാതെ വ്യക്തതയില്ലാതെ ഒരു കാര്യവും MS വ്ളോഗേഴ്സ് നിങ്ങളിലേക്ക് എത്തിച്ചു തരാറില്ല. ഇപ്പം നമുക്കറിയാം, ഒരു കാര്യം പറയാം, ഇത് കണ്ടിട്ട് കൃഷി ചെയ്യുന്ന വളരെ വ്യക്തമായിട്ട് നമുക്ക് അതിനൊരു കണക്ഷൻ ഉണ്ടായിട്ടേ കൃഷി ചെയ്യാവുള്ളൂ. അതായത് നമ്മുടെ ഈ ഉണ്ടാക്കുന്ന ഉൽപ്പന്നം എടുക്കാനായിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കണം. അപ്പോൾ തമിഴ്നാട്ടിൽ ഈ കൃഷി വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ സ്വാഭാവികമായിട്ട് തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ട, തമിഴ്നാട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ടാൽ അവിടെ കൃഷി ചെയ്യുന്ന ആളുകളോട് ബന്ധപ്പെട്ടിട്ട് നമുക്കിത് കൃഷി ചെയ്താൽ മെച്ചമുണ്ടാകുമെന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ വിപണന സാധ്യത മനസ്സിലാക്കാതെ, ഏതൊരു കൃഷിയായാലും ശരി, വിപണന സാധ്യത മനസ്സിലാക്കാതെ നമ്മൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് തിരിച്ചടിക്ക് ഇടയാകും. അതിലൊരു പരിധി കൂടുതൽ കൃഷി ചെയ്താൽ നമുക്കറിയാം, ഒരു കാലത്ത് വാനിലേക്ക് എന്തായിരുന്നു സ്ഥിതി? അതങ്ങ് കണ്ടമാനം ആളുകൾ അതങ്ങോട്ട് കൃഷി ചെയ്ത അവസാനം ആർക്കും വേണ്ടാത്ത അവസ്ഥ വന്നു. അതാണ് സ്ഥിതി. ഇപ്പോൾ സംഭവിച്ചെന്താ? ഇപ്പോൾ വാനിലുള്ളവർക്ക് അത്യാവശ്യം വില കിട്ടുന്നൊരവസ്ഥ. അങ്ങനെ പല കൃഷികളുടെയും കാര്യങ്ങൾ അങ്ങനെയാണ്. നമ്മുടെ പിന്നെ കൃഷിക്കാരുടെ ഒരു വലിയ കുഴപ്പമാണ്, എന്തെങ്കിലും ഒരു കൃഷിക്ക് വില കൂടുതലുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർ അതിലേക്ക് തന്നെ ഇറങ്ങും. അവസാനം അതിന് വിലയുണ്ടല്ലോ. അവരുടെ ആവശ്യത്തിൽ കൂടുതൽ നമുക്ക് ഒരു നിശ്ചിത അളവാണ് ഒരു ആവശ്യമുള്ളതെങ്കിൽ, 100 കിലോ ആണ് ഒരു ഉൽപ്പന്നം ആവശ്യമുള്ളതെങ്കിൽ ആ 101ാമതൊരു കിലോ നമ്മൾ ഉൽപ്പാദിപ്പിച്ചാൽ ആ 1 കിലോ അതൊരു ബാധ്യതയായിട്ട് തന്നെ വരും. അപ്പോൾ അതിനാണ് കർഷകർക്ക് പലപ്പോഴും തിരിച്ചടിയാകുന്നത്. അപ്പോൾ ഇത് നമ്മളൊരു അറിവാണ്.
ഏതൊരു കൃഷിയെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ആ ഒരു വിഷയത്തിലേക്ക് നിങ്ങളെ ഞാൻ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. ഈ ഒരു വിഷയം നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടാകുന്ന കരുതും. നിങ്ങളെ പറമ്പിലുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കുക. ഇത് ഇത്രയും ഗുണപ്രദമായൊരു സംഗതി തന്നെയാണ്. പക്ഷേ അതിൻ്റെ കിഴങ്ങ് വളരെ ശ്രദ്ധിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു. അപ്പം ഒരു കാര്യം വളരെ ശ്രദ്ധിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാനും മറക്കരുത്. താങ്ക് യു.